വരിഞ്ഞവിളയെ ലാടൻ മത്തായി പുറത്താക്കിയത് പെണ്ണുപിടിയൻ മെത്രാനെ രക്ഷിക്കുവാൻ. സിനഡ് സെക്രട്ടറി ക്രിസോസ്റ്റമോസ് വൈദികന്റെ ഭാര്യയായ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയെ കയറി പിടിച്ച കാര്യവും സ്വവർഗഭോഗികളുടെ ക്ലബിന്റെ പ്രസിഡന്റുമാണ് എന്നുള്ള വിവരം പുറത്തുവിടുമെന്ന് ഭയന്നാണ് വരിഞ്ഞവിള കത്തനാർക്കെതിരെ നടപടിയെടുത്തത് എന്നതിന്റെ കൂടുതൽ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. മത്തായി മൂന്നാമൻ അത്താനോസിയോസ് മെത്രാനെ കൊന്ന് റെയിൽവേ ട്രാക്കിലിട്ടു എന്ന കേസിൽ FIR-ൽ 1-ാം പ്രതിയും യൂലിയോസ് മെത്രാൻ ഇതിൽ 2-ാം പ്രതിസ്ഥാനത്തുമുള്ള ആളുകളാണ്. പക്ഷേ ഈ വിഷയമൊന്നും ഇതുവരെ സിനഡിൽ ചർച്ചയായിട്ടില്ല. അതുപോലെ അമേരിക്കയിൽ പെൺകുട്ടിയെ പിടിച്ച് നാടുകടത്തപ്പെട്ട അലക്സിയോസ് മെത്രാനെതിരെ ഒരു നടപടിയും സിനഡ് കൈക്കൊണ്ടില്ല. ഇപ്പോൾ അദ്ദേഹം ക്രൈസ്തവ സഭകളുടെ അസോസിയേഷൻ കേരള ഘടകത്തിന്റെ പ്രസിഡന്റാണ്. അതുപോലെ യൂലിയോസ് മെത്രാന്റെ മ്ലേച്ഛതകൾ കണ്ട് നാടുവിട്ട സഹോദരനെ കൊന്നുകളഞ്ഞു എന്ന് പരാതിയുണ്ടായിട്ടും ഇയാളെ മെത്രാനാക്കി ഇയാൾ സർപ്പക്കാവുകളും ക്ഷേത്രങ്ങളും മസ്ജിദുകളും അടക്കം ഇപ്പോൾ കയറിയിറ നടക്കുകയും കയ്യിലും അരയിലുമടക്കം ഏലസുകൾ കെട്ടി നടക്കുകയും രാഷ്ട്രീയം കളിക്കുവാൻ ഇറങ്ങിയിട്ടും ഇയാൾക്കെതിരെ സഭ യാതൊരു നടപടിയും എടുത്തിട്ടില്ല. ഇയാൾ രാഷ്ട്രീയം കളിച്ച് ഇന്ന് ക്രൈസ്തവ യൂണിയന്റെ അഖിലേന്ത്യാ പ്രസിഡന്റാണ്. അതുപോലെ CPM-ന്റെ മനുഷ്യച്ചങ്ങലകൾക്കും എല്ലാ രാഷ്ട്രീയ പരിപാടികൾക്കും മുൻനിരയിൽ പോയിരിക്കുന്ന ഗബ്രിയേൽ മെത്രാനെതിരെ യാതൊരു നടപടിയും എടുത്തിട്ടില്ല. അതുപോലെ ഓർത്തഡോക്സ് സഭയുടെ അന്തകനായ മത്തായി മൂന്നാമനാണ് ഹാശ ആഴ്ച സമയത്ത് പോലും ഡൽഹിയിൽ രാഷ്ട്രീയ നേതാക്കളെ കാണാൻ കാത്തുകെട്ടിപ്പോയി കിടന്നത് എന്നും മറക്കരുത്. പിണറായിയെ കാണുവാൻ തലയിൽ മുണ്ടിട്ട് നടന്നതും രാഷ്ട്രീയക്കാരുടെ പാട്ടുകളിൽ പങ്കെടുക്കുകയും എല്ലാം ചെയ്തതും നാം കണ്ടതാണ്. അതിനൊന്നും കുഴപ്പമില്ല. ആശാന് അടുപ്പിലുമാകാം. അതെല്ലാം പോട്ടെ, വിളിക്കാതെ വലിഞ്ഞു കയറി ചെന്ന് കാത്തുകെട്ടിക്കിടന്ന് പോപ്പിനെ കാണുകയും അവിടെ ത്രോണോസിൽ കുർബാന നടത്തുകയും ചെയ്ത മുതലാണിപ്പോൾ വരിഞ്ഞവിള കത്തനാർ വേളാങ്കണ്ണിയിൽ പോയി കുർബാന കണ്ടു എന്ന കാരണം പറഞ്ഞ് അദ്ദേഹത്തെ പുറത്താക്കിയത്. എന്നാൽ ഇതേ വേളാങ്കണ്ണിയിൽ പോയി കുർബാന അർപ്പിച്ച നിർണം ഭദ്രാസനത്തിലെ സീനിയർ വൈദികൻ KV ജോണിനെതിരെ യാതൊരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല. കുമ്പസാര കേസ് വൈദികർക്കെതിരെ പരാതികൾ കിട്ടിയിട്ടും അത് ഒളിപ്പിച്ചു വെച്ച സോദോം ഗോമോറ ക്രിസോസ്റ്റമോസിനെതിരെ യാതൊരു നടപടിയും എടുത്തിട്ടില്ല. കുമ്പസാര പീഡന കേസിലെ 5 വൈദികർക്കെതിരെയും ഇതുവരെ യാതൊരു നടപടിയും എടുത്തിട്ടില്ല. ഭർത്തൃമതിയായ വീട്ടമ്മയെ ആത്മഹത്യയിലേക്ക് നയിച്ച ഭർത്താവിന്റെ കാലുപിടിച്ച് കരയുന്ന ഓഡിയോ പുറത്തു വന്ന മത്തായിയുടെ അടുത്ത ബന്ധു വർഗീസ് മാർക്കോസ് ആര്യാട്ടിനെതിരെ യാതൊരു നടപടിയും എടുത്തിട്ടില്ല. അമ്മമ്മമാരെ ഹൂത്തമോ പാടി ഉറക്കുന്ന ജോസ് കത്തനാർക്കെതിരെയും യാതൊരു നടപടിയും എടുത്തിട്ടില്ല. ഫ്ലൂട്ട് സജിക്കെതിരെ യാതൊരു നടപടിയും എടുത്തിട്ടില്ല. അങ്ങനെ പറഞ്ഞാൽ നേരം വെളുക്കും. വിശദമായ എപ്പിസോഡ് അടുത്ത ദിവസം വരും. കാതോലിക്ക ആയിരുന്നില്ലെങ്കിൽ വാഴൂരിൽ ഇറച്ചിവിട്ടുകാരനാകേണ്ടിയിരുന്നവൻ സഭാധ്യക്ഷ സ്ഥാനത്തെത്തിയാൽ ഇങ്ങനെയൊക്കെ ഇരിക്കുമെന്ന് ഞാൻ അന്നേ പറഞ്ഞത് ആരും കേട്ടില്ല. ഓർക്കുക, ഇത്രയും ആഭാസന്മാർ ഈ സമുദായത്തിൽ പാതിരികളായും മെത്രാന്മാരായും കാതോലിക്കയായും കടന്ന് പുളയ്ക്കുമ്പോഴാണ് വേളാങ്കണ്ണിയിൽ പോയി എന്ന കാരണത്താൽ വരിഞ്ഞവിളയെ പുറത്താക്കിയത്. ഇതെന്തുകൊണ്ടാണ്? ബാക്കി കാര്യങ്ങൾ ഇന്ന് മറുതലോകത്ത് നടക്കുന്ന ആഭാസന്മാരുടെ വട്ടമേശ സമ്മേളനം കഴിഞ്ഞ് വിശദമാക്കാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.